Prayer. Good morning, everyone. Dear Allah, bless our class today. Help us learn with the focus, patience, and understanding. Amen. Sign in. Good morning, everyone. I am Asina, and I welcome you all to our class. We can start our class with joy, refreshment, enthusiasm, excitement to learn. Today's class is conducted by Miss Mentor Abarna Ma'am. Welcome, Ma'am. I invite Thought. തോട്ട്സ്. നിങ്ങൾ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. താങ്ക് യു. Good morning, all. Good morning, Ma'am. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ? അതെ മാം. അതിലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെന്റ് വരെ നമ്മൾ എടുത്തു. യെസ് മാം. നോക്കാൻ പോകുന്നത് റോൾ ഓഫ് ദ ടീച്ചർ. Good morning. പറഞ്ഞോ? ഇല്ല. ഓക്കെ. അപ്പോ ഒരു ടീച്ചറിന്റെ റോൾ എന്താണ്? കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഒരു ടീച്ചർക്ക് എന്താണ് റോൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാം. മേ ബി ചില കുട്ടികളുടെ ഫിസിക്കൽ വീക്ക്നെസ്സോ വൈകല്യങ്ങളോ ഇൽനെസ്സോ കാരണം ഈ കുട്ടികൾ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കും. അങ്ങനെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിലുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളത് അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. എന്നുവെച്ചാല് ഇപ്പൊ ചില കുട്ടികൾക്ക് എന്താ പറയാ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടായിരിക്കും. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റീസും മെഡിക്കൽ എയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് ഞാൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ ഒരു 8th പഠിച്ചിരുന്ന സമയത്ത്, 7th കഴിഞ്ഞ് 8th ആയിട്ടുണ്ട്. ആ ടൈമിൽ കുറെ കുട്ടികൾ എന്ത് ചെയ്തു, നമ്മുടെ ബാച്ചിൽ നിന്ന് മാറി വരും. ചില വേറെ സ്കൂളുകളിൽ നിന്ന് മാറി വരാറുണ്ട്. സോ അങ്ങനെ ഒരു അങ്ങനെയല്ല, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കുട്ടികൾ വേറെ സ്കൂളുകളിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്ക്, നമ്മുടെ ഹൈസ്കൂളാണ്, അപ്പൊ ഹൈസ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ് ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയും കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ആ കുട്ടീനോട് കളിയാക്കുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ കളിയാക്കി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തമാശ കാണിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ വിചാരിച്ചു അതെന്താ അങ്ങനെ, കാരണം എല്ലാവരും പുതിയ കുട്ടികളാണ്. ഞങ്ങൾ കാണുന്നതിൽ ക്ലാസ്സിൽ ഒരു 10 സ്റ്റുഡൻസ് എങ്കിലും പുതിയതുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു ആ കുട്ടി കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തപ്പോ അവർക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവൾ അവിടുത്തെ സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു, കളിയാക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ എന്ത് പറ്റി, അവർക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് അവളുടെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം, അമ്മയും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും പോയി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞങ്ങൾ കുറെ ചിന്തിച്ചു. പിന്നെ ഈ കുട്ടി ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുത്തു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ആണ്. ഒരു 5 സ്റ്റെപ്സ് കയറിയിട്ട് വേണം ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് എത്താനായിട്ട്. അത്യാവശ്യം പഴയ മോഡലൊരു സ്കൂളാണ് ഞാൻ പഠിച്ചത്. പഴയ ഒരു സ്കൂളാണ്, 4 കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളായിരുന്നു. അപ്പൊ സ്റ്റെപ്സ് കയറിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമുക്ക് അവിടേക്ക് എത്താൻ. അപ്പൊ ഫസ്റ്റ് ആ ഒരു റോയിൽ തന്നെ ഈ സ്റ്റെപ്സ് ആയിരുന്നു. അപ്പൊ ഈ കുട്ടി വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ്, ഒരു സ്ലോപ്പ് പോലത്തെ ഒരു സംഭവം ബിൽഡ് ചെയ്തു. ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സ്ലോപ്പ് പോലെ ഉള്ള സംഭവം, ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കൈപ്പിടിയൊക്കെ ഉള്ള ഒരു സംഭവം, സ്ലോപ്പ് പോലത്തെ ഒരു സംഭവം. അപ്പൊ ബിൽഡ് ചെയ്യുന്നു, പെട്ടെന്ന് ബിൽഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്തുപറ്റിണ്ടാവോ, ഞങ്ങള് വലിയ ഇതൊന്നും ആക്കിയില്ല, വലിയ കാര്യമൊന്നും ആക്കിയില്ല. പിന്നീടും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി എന്ത് ചെയ്തത്, ജോയിൻ ചെയ്തത്, ക്ലാസ്സിലേക്ക് വന്നത്. ആള് ഓട്ടോനാണ് വന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓട്ടോയിൽ വരുന്നു, അമ്മ ആദ്യം തന്നെ ഇറങ്ങുകയാണ്. അമ്മ ഇറങ്ങി ഓട്ടോന്റെ ബാക്കിൽ വീൽ ചെയർ ഉണ്ടായിരുന്നു. വീൽ ചെയർ എടുത്ത് പുറത്ത് വെക്കുന്നു.
അമ്മയാണ് എന്താ പറയാ അച്ഛനെ എടുത്ത് എന്ത് ചെയ്യുന്നത് ആ ഒരു വീൽചെയറിലേക്ക് കൊണ്ടുവരികയും ആ ഒരു സ്ലോപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിലൂടെയാണ് എന്ത് ചെയ്തത് കയറ്റി ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടായിരിക്കാം അവള് എല്ലാവരും കളിയാക്കിയത്, അല്ലെങ്കിൽ അന്ന് ആ ഒരു സ്കൂളിൽ നിന്ന് അവള് പോകാതിരുന്നതിന് കാരണം എന്താണെന്ന് അപ്പൊ മനസ്സിലായി. പിന്നെ ഞങ്ങൾ ടീച്ചറൊന്നും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല, കളിയാക്കാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടീനെ അങ്ങനെ കൂട്ടുകൂടാതിരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. അപ്പോ ഫസ്റ്റ് ബെഞ്ചിലാണ് ആളിരിക്കുന്നത്. ഫസ്റ്റ് ബെഞ്ചിൽ ഒരു എക്സ്ട്രാ ഒരു ബെഞ്ചും കൂടി ഇട്ടിട്ട് അതിന്റെ സൈഡിലായിട്ട് ആളിരിക്കും. ആദ്യമൊക്കെ മിണ്ടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, ഞങ്ങൾക്കും പേടിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ ആൾക്ക് വിഷമാവും. പിന്നെ ഞങ്ങൾ കൂടി തുടങ്ങി, നല്ല രീതിയിൽ നല്ല കമ്പനിയായി. ആള് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങൾ കളിക്കാനൊക്കെ പോകുമ്പോ വരാന്തയിൽ കൊണ്ടുവന്ന് നിർത്തും. അമ്മ ഏത് സമയവും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ എപ്പോഴും ഉണ്ടാവും. ക്ലാസ്സിന്റെ തൊട്ട് പുറത്ത് അമ്മ നിൽക്കും, വെയിറ്റ് ചെയ്യും. അമ്മയ്ക്ക് ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവളുടെ അവസ്ഥ കാരണം ജനിച്ചപ്പോഴേ അങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ആ ഒരു അവസ്ഥ കാരണം അമ്മേനെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. അത് അങ്ങനെ പോയിട്ട് പോലും അവൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് കൂടെ നിന്നത് അമ്മയാണ്. ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, മുട്ടിന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിട്ട് ബാക്കി എല്ലാ കാര്യവും നമ്മളെ പോലെ തന്നെ ചെയ്യും, പഠിക്കും, നന്നായിട്ട് പഠിക്കും. അപ്പോ ഇത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂം ഉണ്ട്. അപ്പൊ അവിടേക്കും അവിടെ പോയി കുറെ നേരം റെസ്റ്റ് ചെയ്യും. ക്ലാസ് ആവുമ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നു. പിന്നെ പി ടി ടൈമിന്റെ ഒക്കെ സമയത്ത് എന്താണ് പുറത്ത് വന്ന് ഞങ്ങളുടെ ഒപ്പം ആ വരാന്തയിൽ നിൽക്കും. ഞങ്ങൾക്ക് വലിയ വരാന്തയാണ്, അപ്പൊ ആ വരാന്തയിൽ വന്ന് നിൽക്കും. അങ്ങനെ ആ കാര്യങ്ങൾ പോയി. ദെൻ 8th 9th ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു. 10th ആയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് മാറ്റി. ഞങ്ങളുടെ ക്ലാസ് വേറൊരു ബ്ലോക്കിലേക്ക് മാറ്റിയപ്പോൾ ആൾക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വീൽ ചെയർ കൊണ്ടുവരാനും ഇറക്കാനൊക്കെ ഉള്ള ഒരു സ്ലോപ്പ് എല്ലാം അവിടെ തീർത്തായിരുന്നില്ല. ആ ഒരു ബ്ലോക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു ബ്ലോക്കിലേക്ക് വേറൊരു ബാച്ചിനെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 10 AM ആ ഒരു ബ്ലോക്കിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ടും എന്താ പറയാ എല്ലാവരായിട്ട് നല്ല രീതിയിൽ നല്ല മിങ്കിളൊക്കെ ചെയ്താണ് ആള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. 10th റിസൾട്ട് വന്നു. 10th റിസൾട്ട് ആള് കുഴപ്പമില്ല, പഠിക്കും, ഓക്കെയാണ്. 10th റിസൾട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് 7 A+ ഉണ്ട്. അന്നത്തെ കാലാണേ. അപ്പൊ ഇന്നത്തെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന A+ന്റെ ഇതല്ല. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പാടാണ്, എക്സാമും പാടാണ്. A+ കിട്ടാൻ A+ ആയ ഒരു ടൈമാണ്, A+ലേക്കൊക്കെ ആയ ഒരു ടൈമാണ്. അപ്പം 7 A+ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് റീയൂണിയൻ കണ്ടക്ട് ചെയ്തു. ഞങ്ങള് പഠിച്ച കുട്ടികൾ, ആ ബാച്ചിലുള്ള കുട്ടികളൊക്കെ തമ്മിൽ കുട്ടികളെല്ലാവരും പിന്നെ ടീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് റീയൂണിയൻ കണ്ടക്ട് ചെയ്തു. റീയൂണിയന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആളും അമ്മയും കൂടിയാണ് വന്നത്. അപ്പൊ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ആൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. ആളിപ്പോ എനിക്ക് തോന്നുന്നു PWD അവിടെ വർക്ക് ചെയ്യാണ്. എന്നുവെച്ചാല് ചെറുപ്പത്തില് ആ ഒരു ഫിസിക്കൽ വീക്ക്നെസ് കാരണം പഠിക്കണ്ട, സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരുന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു ജോലിയിലേക്കും അല്ലെങ്കിൽ അവർക്കൊരു നല്ല ലൈഫ് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവള് തന്നെ സ്വയം ഏൺ ചെയ്യുന്നുണ്ട്. ഏൺ ചെയ്യുന്ന മാത്രമല്ല അമ്മനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറയില്ലേ ഹാൻഡിക്യാപ്റ്റ് ആണ്, നിനക്ക് എന്ത് ചെയ്തിട്ടും അമ്മ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഹസ്ബൻഡ് ഇല്ല കൂടെ, നാട്ടുകാരൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഈ കുട്ടിനെ ഉപേക്ഷിക്കുകയും സെക്കൻഡ് മാരേജ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ അമ്മ കേൾക്കാതെ ഈ കുട്ടിക്ക് വേണ്ടി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആണ് ഇപ്പൊ അവര് നല്ല സെറ്റിലാണ്. അമ്മയും മോളും കൂടി തന്നെയാണ്. എന്നാലും നല്ല രീതിയിൽ എന്താ പറയാ പുതിയ വീടൊക്കെ പണിതു. അപ്പൊ ഇത് കഴിഞ്ഞ് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ വർക്കിയാണ്. ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ ഫിസിക്കൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ കാരണം നമ്മൾ ഒരിക്കലും കുട്ടികളോട് എന്ത് ചെയ്യാൻ പാടില്ല, മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ഇനി നമ്മൾ സ്കൂളിൽ അങ്ങോട്ട് കുട്ടി ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ആ കുട്ടിക്ക് വേണ്ട മെഡിക്കൽ എയ്ഡും കാര്യങ്ങളും അവൈലബിൾ ആക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക, അത് അവൈലബിൾ ആക്കുക. അത് നമ്മളുടെ എല്ലാവരും എന്താണ് ഉത്തരവാദിത്തം തന്നെയാണ്. കരുമ്പാടം സ്കൂളിലാണോ ടീച്ചറെ മിസ്സെ പഠിച്ചത്? അല്ലാടാ, ഞാൻ പാലയത്താണ്. ചേന്നമംഗലം സ്കൂൾ. ഫിസിക്കൽ വീക്ക്നെസ്
deformities, illness, etc., if any, should be recognized at the time of school entrance. ഇനി എന്തെങ്കിലും പ്രശ്നം, ഫിസിക്കൽ വീക്ക്നെസ്സോ ബലഹീനതയോ വൈകല്യങ്ങളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ എൻട്രൻസിൽ തന്നെ അത് എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. എന്നുവെച്ചാൽ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ടീച്ചേഴ്സ് അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ മെഡിക്കൽ എയ്ഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ദർ ചിൽഡ്രൻ. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് അവൈലബിൾ ആക്കണം. Teachers should try to find active cooperation of the parents in making an atmosphere of the home suitable for active emotional development. നമ്മൾ ടീച്ചേഴ്സ് ആരോട്, പാരന്റ്സിനോടും കൂടി നല്ലൊരു കോപ്പറേഷനോട് കൂടി ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. കാരണം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് നിന്നായിരിക്കും കുട്ടികൾ വരുന്നത്. സോ ആ ഫാമിലിയിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടോ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണോ, സ്യൂട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ എന്നെല്ലാം എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ടീച്ചേഴ്സിനാണ്. കാരണം നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവർക്ക് എങ്ങനെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്, അവരുടെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതേപോലെ എന്തെങ്കിലും നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ആണ് പാരന്റ്സിനോട് ഒരു കോപ്പറേഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോം സിറ്റുവേഷൻ ലീഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ടീച്ചേഴ്സിനാണ്. The interpersonal relationship in the school should be such that it should provide emotional security and sense of belongingness to the children. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് സ്കൂളിൽ ബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ആണ്, അതേപോലെ തന്നെ സെൻസ് ഓഫ് ബിലോങ്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്, നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. നമ്മള് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രൊവൈഡ് ഡൈവേഴ്സ് co-curricular activity for full expression and outlet of pent-up emotional energies. നമ്മള് കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രം ഫോളോ ചെയ്താൽ പാടില്ല. കാരണം ഇന്ന് മിക്ക സ്കൂളുകളും ഓൺലി കരിക്കുലർ ആക്ടിവിറ്റീസ്, പഠനം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പോർട്സ്, അതേപോലെ കുറച്ച് മറ്റ് ആക്ടിവിറ്റീസിലും കൂടി കുട്ടികളെ എൻഗേജ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ടീമായിട്ട് ഗെയിംസ് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പൊ അവരുടെ കോപ്പറേഷനും കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അഡാപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. കുട്ടികളെ നമ്മള് ടീച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം. കുട്ടികൾക്കും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അവരുടെ ആവശ്യം അവരുടേതായ നീഡ്സിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗമനമായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ടീച്ച് ചെയ്യുന്നത്. നമ്മളുടെ ചെറുപ്പത്തില് എന്താ പറയാ, പ്രൊജക്ടറിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ PPT പ്രസന്റേഷനിലൂടെ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്, അല്ലെങ്കിൽ അത് വേണ്ട, ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ +2 വരെ ഒന്നും ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ടേ കേട്ടിട്ടില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് കോവിഡിന്റെ സമയത്താണ് ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് കേട്ടത്, അല്ലേ? അങ്ങനെ ടീച്ച് ചെയ്യാൻ പറ്റും. പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഇന്ന് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പല സ്ഥലങ്ങളിൽ പല പ്ലേസിൽ ഇരുന്നിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ ഐഡിയയുടെ പരസ്യത്തിൽ പണ്ട് കുറച്ച് കേട്ടിട്ടുണ്ട്. പണ്ടല്ല, കുറച്ചു കാലം മുമ്പ്, കൊറോണയ്ക്കൊക്കെ മുമ്പ്. ഐഡിയ ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോണില് കാറിൽ ഫോൺ വെച്ചിട്ടിരുന്ന് പഠിക്കുന്നതായിട്ട്, അല്ലെ? ഓക്കെ, അത് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ അടുത്തൊക്കെ അങ്ങനെ എഫക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പൊ പ്രോഗ്രസീവ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എഡ്യൂക്കേഷന്റെ ആ ഒരു മെത്തേഡ് തന്നെ മാറിക്കൊണ്ടിരിക്കാം. ടീച്ചിങ്ങിന്റെ മെത്തേഡ് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് മാറാണ്. കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു പഠിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസ് കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിലും ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് 10th പഠിക്കുമ്പോൾ പറഞ്ഞോടാ. ഇന്റേൺഷിപ്പിന്റെ കാര്യം ഞാൻ ഇവിടുത്തെ അടുത്തുള്ള സ്കൂളിൽ പറഞ്ഞേ. അപ്പൊ എവിടെ പഠിക്കണെന്ന് ചോദിച്ചപ്പോ ഓൺലൈനിലാണ് പഠിക്കണത് പറഞ്ഞു. സ്മാർട്ട് സ്ട്രീമില് അതാണെന്ന് പറഞ്ഞപ്പോ തന്നെ പറയും എങ്ങനെ ഓൺലൈനിൽ ടീച്ചിങ് ചെയ്യാന്നാ ചോദിക്കണത്. ഇപ്പോഴും അറിയാത്തവരുണ്ട് പലരും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ മിക്ക കുട്ടികളും പറയും, നമ്മളിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോൾ ഓൺലൈൻ ആയിട്ടല്ലേ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അവർ ചോദിക്കും ഓൺലൈനിൽ എന്ത് പഠിപ്പിക്കാനാ. പക്ഷെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ട് അവർ തന്നെ എന്ത് ചെയ്യും, അവർ തന്നെ മാറ്റി ചിന്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി MG6 കുട്ടിയാണ്, സഫിയ എന്ന പേര്. ആളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഇതേപോലെ ഇന്റേൺഷിപ്പിന് വേണ്ടി സ്കൂളിൽ പോയി. ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞപ്പോ ആളോട് ചോദിച്ചു, അത് പ്രിൻസിപ്പാൾ എന്നെ ചോദിച്ചു, മാനേജ്മെന്റിന്റെ ഹെഡ് ചോദിച്ചു, പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു ഓൺലൈൻ ആണ് പഠിച്ചത്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങള് വാലിഡ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് വിഷമമായി. പക്ഷെ അവർക്ക് ഇന്റേൺഷിപ്പ് അലോ ചെയ്തുട്ടാ. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഈ കുട്ടിയുടെ ഇന്റേൺഷിപ്പിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഇംപ്രസ്ഡ് ആയി. അപ്പൊ ആ സമയത്ത് അവിടെ KB സെഷനിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു. അത് കൺസീവ് ആയതുകൊണ്ട് ലീവ് എടുത്തു. അപ്പൊ എന്ത് ചെയ്തു, കുട്ടി നേരെ ഇന്റേൺഷിപ്പിന് വേണ്ടി പോയതാണ്, ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പ്ലേസ്ഡ് ആയി, ആ ഒരു സ്ഥാപനത്തിലേക്ക് പ്ലേസ്ഡ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ ഉൾക്കൊണ്ടതുകൊണ്ടും പിന്നെ നമ്മള് ആ ട്രെയിൻ ചെയ്ത രീതിയിലും കാരണമാണ് ആ കുട്ടിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വോയിസ് മെസ്സേജ് വന്നത്. അപ്പോ നമ്മൾ വിചാരിക്കും ഓൺലൈൻ മെത്തേഡ് പോരാ, അത്രയും പോരാ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മാറ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രമാണോ? നമ്മള് പണ്ട് എന്താ പറയാ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, പിന്നെ എന്തോരം പേര് PG, ഡിഗ്രി, BEd, M.Ed ഒക്കെ ഡിസ്റ്റന്റ് വഴി ചെയ്യുന്നു. ഇഷ്ടം പോലെ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ PG ഒക്കെ ചെയ്തത് ഡിസ്റ്റന്റ് ആയിട്ടാണ്. ഇങ്ങനെ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് രണ്ടാമത് PG എടുക്കണത് ഡിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരമാണ്. ഇപ്പോ ഇനി അടുത്ത PG എടുക്കുന്നതൊക്കെ പ്ലാനാണ്. സോ ഓരോന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ അതിൻ്റെതായ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണോ അല്ലേ മാം? ആണല്ലേ. നമ്മുടെ ഇത് പഠിച്ചുകൊണ്ട് ഡിഗ്രി നമ്മൾ ഓൺലൈനിൽ എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ കേഡറ്റ്? കേട്ടറ്റിന് 1 തുടങ്ങി 4 വരെ ക്ലാസ് പഠിപ്പിക്കാൻ ഇത് മതി, +2 മതി. ഞാൻ എഴുതിയതാണ്. TTC ആണോട്ടാ? TTC ആണോ? കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടാ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും PSCയിലൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുന്നുണ്ട്. മോണ്ടിസോറിയും കൂടെ ഓൺലൈൻ ഡിഗ്രി വേണം. അല്ല, ഓൺലൈൻ വഴിയാണ് ഞാൻ കുറെ ചോദിച്ചു. അവസാനമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. എനിക്ക് പോയി പഠിക്കാനുള്ള കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി യൂണിവേഴ്സിറ്റി വിളിച്ചു ചോദിച്ചു ഡിസ്റ്റൻസ് ആയിട്ട് പറ്റുമോ. നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിരിക്കും. ബട്ട് നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന വരും. പിന്നെ എക്സാം എഴുതുന്ന ഓഫ്ലൈൻ ആയിരിക്കും. അങ്ങനെ ഈ ഡിഗ്രിയും ഓൺലൈനിൽ എഴുതാൻ പറ്റുമോ? ഓൺലൈനിൽ ചെയ്യാൻ പറ്റും? ഓൺലൈൻ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി MGന്ന് ഡിഗ്രി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ബോട്ട് സയൻസ് ചെയ്യാൻ പറ്റുമോ? കാരണം ലാബൊക്കെ വേണ്ടേ? അതൊക്കെ ഇവിടെ ഇന്റേണൽ എക്സാമും അതൊക്കെ അവര് അവൈലബിൾ ആക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഇപ്പൊ MSc മാത്സ് ഉണ്ട്. ബോട്ടണി ആണ് ഞാൻ എടുത്തത് ടീച്ചറെ. ഓക്കെ, അത് PG ചെയ്യാനാണോ? ഇല്ല മാം, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സേവേഴ്സിലാണ് പഠിച്ച ആലുവയില്. സെക്കൻഡ് ഇയർ ആയപ്പോ ബോട്ടണി സെക്കൻഡ് ഇയർ ആയപ്പോ എനിക്ക് നേഴ്സിങ്ങിന് കിട്ടി. അപ്പൊ പാട്നയിലായിരുന്നു, അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 1.5 വർഷം അതും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എക്സാം ഉണ്ടായിരുന്നില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പൊ എനിക്ക് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
പിന്നെ വന്നപ്പോഴേക്കും കല്യാണമായി, കുട്ടിയായി, പിന്നെ TTCക്ക് അപ്ലൈ ചെയ്യാൻ നോർത്തപ്പോഴേക്കും പിന്നെ കുട്ടിയായി, പിന്നെ ഒന്നും പറ്റിയില്ല. അപ്പൊ അതോടെ ഞാനിത് ചൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിഗ്രി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. ഡിഗ്രി സാധാരണ ഡിഗ്രി മലയാളമൊക്കെ എടുത്തത് മലയാളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന് ലാഭമൊന്നും കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി നോക്കണം, ഇഗ്നോയിൽ ചെയ്യാൻ പറ്റും. ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അവിടെയും ചെയ്യാൻ പറ്റും കേട്ടോ. 2 യൂണിവേഴ്സിറ്റി നമുക്ക് കംഫർട്ടബിൾ ആണ് പോയി വരാനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ ഇഗ്നോന്റെ തന്നെയാണെങ്കിൽ കലൂരുണ്ട്, സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ പോയി അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പൊ ആയിട്ടുള്ളതാണ് സർട്ടിഫിക്കറ്റ്, അത്യാവശ്യം വാലിഡ് ആണ്. ഇഗ്നോ തന്നെ നോക്കുക. BA മലയാളം അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് നല്ലതാണ്. കാരണം നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സിന് ഇംഗ്ലീഷും കൂടി ഒരു ആണെങ്കിൽ നല്ലതാണ്. നമ്മൾ എടുക്കാനായിട്ട് അവര് CBSE സ്കൂളുകളാണല്ലോ കൂടുതലായിട്ട് മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് BA ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ. അപ്പോ നമ്മൾ ഈ മാറ്റത്തിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡിൽ മാറ്റം വരുത്തണം. കാരണം പണ്ടത്തെ ടീച്ചിങ് മെത്തേഡാണോ ഇന്നത്തെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. പണ്ട് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. പക്ഷെ ഇന്നത്തെ ടീച്ചേഴ്സിന് കുറച്ചും കൂടി മാറ്റങ്ങളുണ്ട്. കുട്ടികൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. PPT പ്രസന്റേഷൻസ്, കുറെ എന്താ പറയാ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, കുട്ടികൾ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം എന്നാണ്, അല്ലെ? നമ്മൾ സെൻസോറിയൽ ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അതവര് ടച്ച് ചെയ്ത് മനസ്സിലാക്കാണ്, ഡിഫറൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാണ്. പിന്നെ നമ്മളുടെ നോബിൾ സിലിണ്ടേഴ്സ്, പിന്നെ നമുക്ക് സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. നമ്മുടെ മോൺസോണിലുള്ള ഒരു മെറ്റീരിയൽ ആണ് സൗണ്ട് സിലിണ്ടേഴ്സ്. അതിൽ നമ്മൾ ഒരു ബീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ഷേക്ക് ചെയ്ത് നോക്കും. അപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും. കൂടുതൽ ബീറ്റ്സ് ഇടുന്നതിനനുസരിച്ച് ആ സൗണ്ടിൽ വരുന്ന വ്യത്യാസം. പിന്നെ നമ്മളുടെ സ്മെല്ലിന്റെ സിലിണ്ടർ ഉണ്ട്. അത് സെൻസ് ചെയ്യാൻ തന്നെയാണ്. സ്മെൽ എന്ന് പറയുന്നത് നമുക്ക് സെൻസ് അല്ലേ. അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്മെൽസ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡിലൂടെയാണ് ടീച്ചിങ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ആ ഒരു മെത്തേഡ് അല്ല ഇന്നത്തെ മെത്തേഡ്. ഇപ്പൊ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൺലൈൻ എഡ്യൂക്കേഷൻ ഞാൻ ഓൺലൈനിൽ പോയി പഠിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികളെ നേരിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ആളാണ് ഞാൻ. കാരണം കുട്ടികളുടെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വന്നപ്പോൾ കുട്ടികളുടെ മുഖം കാണുന്നില്ലെന്ന്. അവരെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ, നമുക്ക് അത് മനസ്സിലായോ എന്ന് അവരുടെ മുഖം നോക്കി വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് അത് ഓക്കെ ആയിട്ട് മാറി. എന്നാലും നമ്മൾ കുട്ടികൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നല്ലാതെ നമ്മളുടെ ആ മൈൻഡ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എനിക്കിപ്പോ തോന്നുന്നത്. നമ്മുടെ ആ അതേ കണ്ടന്റ് അവർക്ക് എത്തിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ നമ്മളുടെ മെത്തേഡുകൾ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് നമ്മളാണ് മാറേണ്ടത്. പഴയ മെത്തേഡ് പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ the children should be deserved love and sympathy from the teachers. നമ്മളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് കുട്ടികൾ സിമ്പതിയും ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നമ്മളുടെ കുട്ടികളെ പോലെ തന്നെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. നല്ല സ്നേഹത്തോടെ അവരെ വിളിക്കുക, മക്കളെ അല്ലെങ്കിൽ മോനെ പറ, അമ്മ പറഞ്ഞോ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നല്ലൊരു വാത്സല്യത്തോടു കൂടി നിങ്ങൾ കുഞ്ഞു കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല വാത്സല്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ അവരോട് പെരുമാറുന്നത്. അവരോട് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് വിഷമം, കാരണം കുട്ടികളുടെ പെട്ടെന്നായിരിക്കും അവർ ഇമോഷണലി അപ്സെറ്റ് ആവുന്നത്. കാരണം നമ്മൾ വഴക്ക് പറയുമ്പോൾ അത് മേ ബി അവർക്ക് അത് വളരെ നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്യും. സോ നല്ല കെയറോട് കൂടി വേണം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇമോഷൻസ് ആർ തോട്ട് ആൻഡ് ദേ ആർ നോട്ട് തോട്ട്. നമ്മൾ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് വരുന്നത്, നമ്മളത് അവരെ നമ്മൾ ആരും പഠിപ്പിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ചല്ല പ്രകടിപ്പിക്കണത്. പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്. നമ്മൾ കുട്ടികൾക്ക് മോറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും കൊടുക്കണം. സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതേപോലെ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. കാരണം നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്താണ് ബാഡ് ടച്ച്. നമുക്കറിയാം ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ഇതേപോലത്തെ പ്രശ്നം സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കേസുകൾ നമ്മൾ പത്രങ്ങളിലായിട്ടും ന്യൂസ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ആ ഒരു ഏജ് മുതൽ KG സെഷൻ മുതൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് കുട്ടികളോട് പറയാം, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഷോൾഡറിൽ ജസ്റ്റ് ഒരു കൈ വെച്ചിട്ട് നമ്മുടെ ടീച്ചിങ്ങിന്റെ തന്നെ ഒരു പാർട്ടാക്കിയാൽ മതി. ബാഡ് ടച്ച് ആൻഡ് ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ ഒരു ദിവസത്തെ കണ്ടന്റ് ആക്കിയാൽ മതി. ബാഡ് ടച്ച് എന്താണ്,
അതേപോലെ തന്നെ ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ കുട്ടികളെ തന്നെ പറഞ്ഞ് അത് ട്രെയിൻ ചെയ്യിക്കണം. കാരണം അവർക്ക് മനസ്സിലാവണം ഏതാണ് ബാഡ് ടച്ച് ഏതാണ് ഗുഡ് ടച്ച് എന്നുള്ളത്. ദെൻ അഡോളസെന്റേജിലോട്ട് വരുന്ന കുട്ടികൾ സെക്ഷൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്ക് അവർ നല്ല രീതിയിൽ നല്ല മോറൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Provide moral education to all groups and sex education to adolescents that will help them to attain emotional balance and tolerance. നമുക്കറിയാം നമുക്ക് ഈ ഒരു ഇൻഫാക്ച്വേഷനും നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഇൻഫാക്ച്വേഷനും കാര്യങ്ങളും ആ ഒരു ഏജിൽ സംഭവിക്കുന്നതാണ്. നോർമലി എല്ലാ വ്യക്തികളിലും വരുന്ന എന്താണ് ഹോർമോൺ ഇംബാലൻസ് കാരണം നമുക്ക് തോന്നുന്നത് ഹോർമോണിന്റെ മാറ്റങ്ങൾ കാരണം നമുക്ക് വരുന്ന മാറ്റങ്ങളാണ്. നമുക്ക് വരണം, അങ്ങനെ വന്നില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. ഇഷ്ടം സ്നേഹം അത് അവരോട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഈ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഇപ്പൊ വരുന്നത് ഇൻഫാക്ച്വേഷൻ ആയിരിക്കും. ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. കാരണം 20 വയസ്സാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മെച്ചുവേർഡായി, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കുറച്ചുകൂടി മെച്ചുവേർഡായി. സോ അവരെടുക്കുന്ന തീരുമാനങ്ങൾ റോങ് ആയിരിക്കില്ല, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് റോൾ ഓഫ് ടീച്ചർ ആണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കാൻ പറ്റുന്നത് ആർക്കാണ്, ടീച്ചർക്കാണ്. ഇപ്പൊ കുട്ടികൾ അപ്സെറ്റ് ആണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചേഴ്സ് ആണ് അത് ഇടപെടുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇനിയിപ്പൊ കുട്ടികളോട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ കംഫർട്ട് ഫീൽ ചെയ്യണം. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോ നമ്മൾ തന്നെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടീച്ചറിനോട് സംസാരിച്ചപ്പോഴാണ് ചില കുട്ടികൾ അവര് വീട്ടില് അനുഭവിക്കുന്ന സെക്ഷൽ അബ്യൂസും കാര്യങ്ങളും തുറന്നു പറയട്ടെ എന്നൊക്കെ ആ ടീച്ചറായിട്ടൊരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ കുട്ടികളായിട്ട് ഒരു ബോണ്ട്, നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അവർക്ക് എപ്പോഴും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീച്ചറായിട്ട് നിങ്ങൾ എല്ലാവരും മാറ്റി ഞാൻ എന്താ പറയാ വിഷ് ചെയ്യാം കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ റോൾ ഓഫ് ടീച്ചർ? ഞാൻ വായിക്കാം മാം. അല്ലടാ മനസ്സിൽ വായിച്ചാൽ മതി. ഓക്കെ ഓക്കെ മാം, എന്റെ മോള് പഠിക്കണത്. അപ്പോ അവള് 2 ദിവസമായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോഴൊന്നും വലിയ കരച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടിയാ പോയത്. അപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ മാമിനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ മാം പറഞ്ഞു എന്താണെന്ന്. അപ്പൊ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോ കൊച്ചു പറഞ്ഞത് അടുത്തിരിക്കുന്ന കൊച്ചു തല്ലു പിടിച്ചു എന്ന് പറഞ്ഞത്, വയറ്റത്തിട്ട് കുത്തി എന്നെ തല്ലു പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ മാം പറഞ്ഞു ഞാൻ അടുത്ത് വിളിച്ച് ചോദിക്കട്ടെ, ഞാൻ നാളെ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ മാം അടുത്ത് വിളിച്ച് അവരുടെ ചോദിച്ചപ്പോ സംസാരിച്ചു. അപ്പൊ എന്താ മാമിന്റെ അടുത്ത് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ മാമിനെ ഞാൻ വിളിച്ചു. അപ്പൊ മാം കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പം മാം പറഞ്ഞു എക്സാമിന്റെ തിരക്കായതുകൊണ്ട് മാം കേട്ടില്ലാടാ, അടുത്ത് വന്ന് പറയണോട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടാ പോയേക്കണ ആള്. കാരണം അവര് നമ്മളൊന്നും ടീച്ചേഴ്സിനോട് കുട്ടികൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അറ്റൻഷനും കെയറോട് മെയിൻ ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ നമ്മുടെ അറ്റൻഷനും കെയറും നമ്മുടെ കുട്ടികളെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോണ്ട് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെ മാം, ഞാൻ ഒരു ദിവസം പോയുള്ളെങ്കിലും എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കുവാണെങ്കിൽ അവര് പല കാര്യങ്ങൾ പറയും നമ്മളോട്. നമ്മൾ ക്ഷമയോടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മക്കളും പറയും, ടീച്ചർ അവരെ തല്ലിയാലും പറയും തലോടിയാലും പറയും. പക്ഷേ ഇല്ലേ, തല്ലിക്കഴിഞ്ഞാൽ പണിയാണ്. കാരണം ഇന്നത്തെ പാരന്റ്സ് നമ്മളോട് ചോദിക്കാൻ പറ്റും. ഇപ്പൊ തല്ലാൻ പാടില്ല എന്നല്ല നിയമമൊക്കെ ഇല്ലേ? അതെ, പക്ഷെ കൺഫ്യൂഷൻ ആണ്. അവര് നല്ലതും പറയും തലോടിയാലും എന്ന് പറയും. അപ്പൊ നമുക്ക് ടീച്ചർ അല്ലേ, ടീച്ചറിനോട് കംപ്ലൈന്റ് പറയാൻ പോകണ്ട. കാരണം നമ്മളുടെയൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ എന്റെയൊക്കെ പ്രായത്തിൽ ടീച്ചർ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് ഒന്നും പറയില്ല. അമ്മ മിസ് തല്ലി എന്ന് പറഞ്ഞാൽ ആ നിർത്തി 2 കിട്ടണം ഞാൻ പറയാന്നാ പറയുള്ളൂ. ഞാൻ ടീച്ചറിനെ കാണുമ്പോ പറയാം 2 കുറവുണ്ടെന്ന് പറയും. ആ ഒരു സമയത്ത് അങ്ങനെ വിട്ടിരുന്നു. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയല്ല. ഒന്ന് തല്ലി എന്ന് പറയുമ്പോ തന്നെ എന്താ പറയാ ടീച്ചറിനെതിരെ കംപ്ലൈന്റ് ആയി, ചൈൽഡ് എന്താണ് കേസായി, എന്തൊക്കെ പ്രശ്നമാണല്ലേ. ഓക്കെ, പറഞ്ഞോടാ.
ഞാനും അങ്ങനെയാ മാം. വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പറയും, ഞാൻ മിസ്സിനെ വിളിച്ച് പറയുള്ളൂ, അങ്ങോട്ട് അടിക്കാൻ പറയുള്ളൂ പഠിക്കാത്തതിന് എന്ന് പറഞ്ഞാൽ പറയാറുള്ളൂ. അപ്പൊ ഞാൻ പറയാറുണ്ട് കേട്ടോ അങ്ങനെ. എന്നുവെച്ചാൽ ടീച്ചേഴ്സ് എന്നെ പേടി കുറച്ച് കുറവുണ്ടാച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് PTAക്ക് ചെല്ലുമ്പോൾ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്ക് അടിക്കുന്നതിന് കുഴപ്പമില്ല മിസ്സേ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലും പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കുക, എന്നാലേ ഉള്ളൂ പഠിക്കുള്ളൂ എന്ന് പറയും. ഒരുപാട് അതിനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ചില സ്കൂളുകള് ഒരുപാടായിട്ട് പണിഷ്മെന്റ് കൊടുക്കുന്നു എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ലിമിറ്റ് എല്ലാവരും ഓക്കെയാണ്, പക്ഷെ ചെറിയ സ്കൂളുകളിലെ ലോവറായിട്ട് പണിഷ്മെന്റ് കൊടുക്കുന്നു. കൂടുതൽ CBSE സ്കൂളുകളിലാണ്. മെയിനായിട്ട് അതങ്ങനെയാണ്. മിസ്സേ, എന്റെ മോളെ 8th പഠിക്കണത്. അപ്പോ ഈ വർഷത്തെ ഓണത്തിന്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റിനും തോറ്റു, എല്ലാത്തിനും തോറ്റ്. അപ്പൊ അതിന് ഭയങ്കര സങ്കടമായി കൊച്ചിന്. അപ്പൊ അതിന് വീട്ടിൽ പറയാൻ ഭയങ്കര ടെൻഷൻ. അതിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവുമല്ലോ എന്നും പറഞ്ഞ് ഇത് കൊച്ച് പിള്ളേരോട് പറയണാണ്, ഞാൻ നാളെ മരിക്കും, എനിക്ക് ഇത് പറയാൻ ഭയങ്കര പേടിയാണ് വീട്ടില്, ഞാൻ നാളെ തുടങ്ങി ഇനി വരില്ല, ഞാൻ മരിക്കും, ഇത് കൊണ്ട് പേപ്പർ കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരോട് പറഞ്ഞു. അപ്പൊ ഇവരത് തമാശയായിട്ട് എടുത്തു. പക്ഷെ ഇവള് വന്ന് എന്നോട് പറഞ്ഞിങ്ങനെ, ആ കൊച്ചിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പൊ എനിക്കാകെ ടെൻഷനായി. ഞാനപ്പോ തന്നെ മിസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സേ കൊച്ചിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമെന്ന്. ഏഞ്ചൽ എന്നാണ് പേര്, എന്റെ മോളുടെ പേര് തന്നെയാണ് അതിനും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അപ്പം മിസ്സിന് ആകെ ടെൻഷനായി. മിസ് എന്നിട്ട് അമ്മേനെ വിളിച്ചില്ല, അമ്മയുടെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കൊച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണോന്നും പറഞ്ഞു. അപ്പൊ എന്നിട്ട് കൊച്ചിന്റെ അമ്മ പിന്നെ കൊച്ചിനോട് സംസാരിച്ച് മാർക്ക് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ആള് ഹാപ്പി ആയി. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞ, ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ അവളൊന്നും ചെയ്യാതിരിക്കുക. ടീച്ചർമാർ തന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് മിസ്സുമാർ ആരും ഒന്നും പിള്ളേരെ വഴക്ക് പറഞ്ഞില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആരും ഒന്നും വഴക്ക് പറഞ്ഞില്ല മിസ്സുമാര്. ശരിയാണ്. മിസ്, അതുപോലെ ഞാൻ B.Edന് പഠിക്കുമ്പോ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോയത്. അപ്പോ അവിടെ എന്റെ ക്ലാസ് ടീച്ചറായിരുന്ന മിസ്സാണ്. മിസ്സിന്റെ ക്ലാസ് തന്നെയാണ് എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് ഒമ്പതാം ക്ലാസ്സിൽ. അപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ വെച്ചാൽ ടീച്ചർ ഒരു പാവം ടീച്ചറാണ്. ടീച്ചർ കണക്ക് എടുത്തോണ്ടിരുന്നത്, നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. ആ പിള്ളേരുടെ ഒരു മാറ്റാണ്. അപ്പൊ അവിടെ ചെന്ന് അന്നേരം ആ സമയത്ത് അടിക്കാനൊന്നും പാടില്ലാത്തൊരു സമയം, അങ്ങനെ നിയമമൊക്കെ വന്നതാ. എന്നിട്ട് പിള്ളേര് ആ ടീച്ചർ വടി ക്ലാസ്സിൽ കൊണ്ടുവന്നു പറഞ്ഞ് പിള്ളേര് ആ ക്ലാസ്സിൽ ഒരു കൊച്ചു ടീച്ചറിന്റെ പേരിൽ കേസൊക്കെ കൊടുത്ത്. എന്താ പിള്ളേരുടെ ഒരു മൈൻഡ് ആലോചിച്ച് നോക്കി. പിള്ളേര് കണ്ടിട്ട് ടീച്ചറിന്റെ പേരിൽ കേസ് കൊടുത്ത് അങ്ങനെ കേസൊക്കെ ആയി. ആ ടീച്ചർ ഒരു പാവം ടീച്ചറാണ്. എന്ത് പിള്ളേർക്ക് അറിയാം അടിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഇപ്പൊ അബദ്ധവശാലും നമ്മൾ എന്തെങ്കിലും വടിയും കൊണ്ടൊക്കെ ചിലപ്പോ ചാട്ടൊക്കെ തൊട്ട് കാണിക്കാനായിരിക്കും നമ്മളെങ്ങനെ വടി കൊണ്ട് പിള്ളേരെ അപ്പത്തെ പറഞ്ഞു, ടീച്ചറെ തല്ലാൻ പാടില്ല കേട്ടോ, ഞങ്ങൾ കേസ് കൊടുക്കും. ഇന്നത്തെ പ്രശ്നമാണത്. എപ്പോഴാണ് ടീച്ചർമാരുടെ കയ്യിൽ വടി എടുത്ത് കളഞ്ഞത് അപ്പം മുതൽ ഈ സമൂഹത്തിൽ എന്തൊക്കെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോടാ നമ്മളുടെ അടുത്ത് ആ ഒരു കുട്ടിയുടെ കേസ്, +10th എക്സാം എഴുതുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് ഗ്യാങ് ആയിട്ട് ആ ഒരു കുട്ടീനെ മാത്രം ഉപദ്രവിച്ച് എപ്പോഴാണോ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വടി എടുത്ത് മാറ്റി അപ്പം മുതൽ ഇവിടുത്തെ കുട്ടികളിൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടാണ് നടക്കുന്നത്. അത് സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വേണം. ഓവർ ആവാനും പാടില്ല, അതോ ഫുള്ളായിട്ട് ഒഴിവാക്കാനും പാടില്ല. കളർ ബോക്സിന് ഈ ബോക്സ് പറ്റുമോ? ഒന്ന് നോക്കണേ. ഈ ബോക്സ് പറ്റുമോ? കളർ ബോക്സ് ഉണ്ടാക്കൂലേ കളർ കോഡ് വെച്ചിട്ട്? ഓക്കെ, കളർ ടാബ്ലറ്റ്സ് ആണ് അതിൽ ഇമ്പോർട്ടന്റ്. ബോക്സ് നിർബന്ധം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബോക്സ് ഏതായാലും കുഴപ്പമില്ല, കളർ ടാബ്ലറ്റ്സ് കമ്പൽസറി. ഓക്കെ, കളർ ഷെയ്ഡും കാര്യങ്ങളും സെക്കൻഡറി കളേഴ്സ് നമ്മുടെ ഇമ്പോർട്ടന്റ്. കളേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, എന്നാ പറഞ്ഞിരിക്കുന്ന കളറിംഗ് ബോക്സിന്റെ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. 30-ാം തീയതി ക്ലാസ് പറഞ്ഞു. ഓക്കെ, ആരാ ചെയ്ത? അസീന ചെയ്തോ? നോക്കട്ടേടാ, എല്ലാം ചെയ്തോ? എല്ലാ ദിവസം ഉണ്ടല്ലോ. എടുത്തേടെ പുറത്തേക്ക് എടുത്ത് 1 2
ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇത് സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. മ്യൂട്ടാടാ. അതെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട്. മാം അപ്പൊ അതിന് കളർ പച്ച കളറായിട്ട് ഇതാണ്, ഇത് പറ്റുമോ? കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യുന്നത് കൂടാണ്ട് നിങ്ങളുടെ ഗ്രൂപ്പില്, പേഴ്സണൽ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. കേട്ടോ, പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് മെയിൻ ഗ്രൂപ്പുകൾ, അപ്പൊ അതില് പോസ്റ്റ് ചെയ്യണ്ട. കാരണം എന്താന്നാ, ആ വർക്കുകൾ ഇപ്പൊ നിങ്ങളിപ്പോ റെഗുലർ ക്ലാസ് കാണുന്ന കുട്ടികളായിരിക്കും. ചിലപ്പോ ചെറിയ കുട്ടികൾ ആ വർക്കുകൾ എന്ത് ചെയ്യും, അത് അവര് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് വൈവയുടെ സമയമാകുമ്പോ അത് അവരുടെ വർക്ക് പോലെ ടീച്ചേഴ്സിനെ കാണിച്ചു തരും. മനസ്സിലായോ? അങ്ങനെ ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി നമ്മുടെ വൈവയും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും നിങ്ങളുടെ പേഴ്സണൽ വർക്കുകളൊന്നും ലൈവായിട്ട് കാണിക്കല്ലേ ചെയ്യണേ, ഫോട്ടോ കാണിക്കുമല്ലോ, ലൈവായിട്ട് കാണിക്കുമല്ലേ. അപ്പൊ പിന്നെ അത് ലൈവാണ്. ചില കുട്ടികൾ എക്സ്ക്യൂസ് പറയും, മിസ്സേ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് പോകാനായിട്ട് ഒട്ടും പറ്റില്ല, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതിയോ? അപ്പൊ ഹോസ്പിറ്റൽ കേസാണ്, എമർജൻസി ആന്ന് പറയുമ്പോൾ ഏത് ടീച്ചർ ആയാലും എന്ത് വിചാരിക്കും, ഓക്കെ എന്ന് വിചാരിക്കും. പക്ഷെ അതേ മെറ്റീരിയൽ തന്നെ ലൈവ് ക്ലാസ്സിൽ ഒരു കുട്ടി പ്രസന്റ് ചെയ്തു. ഓക്കെ, ലൈവ് ചെയ്തപ്പോ പ്രസന്റ് ചെയ്തു. കാരണം മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞപ്പോ അതിൽ പിങ്ക് ടവർ ഉണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ല തോന്നുന്നത് പിങ്ക് ടവർ, അത് വുഡൻ ആയിരുന്നു. സോ അത് കണ്ടപ്പോ മനസ്സിലായി അത് ഫോട്ടോ ആണ് ആ കുട്ടി കാണിച്ചിരിക്കണേ, അത് ശരിക്കും കോപ്പി അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ എന്താന്ന് മനസ്സിലായെന്ന് വെച്ചാല്, ഈ കുട്ടി വൈവേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫോട്ടോസ് എടുത്ത് എന്ത് ചെയ്തു, ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ പേഴ്സണൽ ക്ലാസ് റൂം ഉണ്ടല്ലോ, അതില് പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ആണ് ഈ കുട്ടിക്ക് എന്ത് ചെയ്തത്, ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങള്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ പേഴ്സണൽ മാം ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, അപ്പൊ അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് മോഡലിന് വേണ്ടിയിട്ട് ഇടാറുണ്ട്. ഓക്കേടാ, പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതാ പ്രശ്നം. മെയിൻ വൈവയുടെ ടൈമിൽ ഒട്ടും ഇടരുത്. ഇപ്പൊ ഇടുന്നൊക്കെ നിങ്ങൾ മിക്കവാറും അത് അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം, വീഡിയോ കോളോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ പോസ്റ്റ് ചെയ്യണത് എല്ലാ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യൂലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് മേ ബി ഓവർനൈറ്റ് അല്ലെങ്കിൽ ഉറപ്പൊളിച്ചൊക്കെ ഇരുന്ന് ചെയ്യുന്ന വർക്കായിരിക്കും. സിമ്പിൾ ആയിട്ട് അത് കോപ്പി ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ മാർക്ക് ഏൺ ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ആരും വർക്കുകളൊന്നും ചോദിച്ചാൽ പോലും ഷെയർ ഒന്നും ചെയ്യരുത്, കേട്ടല്ലോ? ഓക്കെ മാം. നമുക്ക് നോക്കാം സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് സോഷ്യലൈസേഷൻ ആണ് കേട്ടോ. എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ടെസ്റ്റിലുള്ള കുറച്ച് എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് വരാം. Social development or socialization implies the development of an individual in such a way as he became a useful member of the society or group. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ നമ്മളെ നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സാമൂഹിക വികാസം അല്ലെങ്കിൽ സാമൂഹിക വൽക്കരണം, സോഷ്യലൈസേഷൻ നമ്മൾ പറയുന്ന പേര് സാമൂഹിക വൽക്കരണം എന്നാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിലെയോ ഗ്രൂപ്പിലെയോ പ്രയോഗപ്രദമായ ഒരു മെമ്പറാക്കി അല്ലെങ്കിൽ ഒരു അംഗമായി മാറ്റുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് അറ്റൈനിങ് സോഷ്യൽ മെച്യൂരിറ്റി. നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും ഈ സോഷ്യൽ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് എപ്പോഴാണ് സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് അതേഴ്സ്. അപ്പോ കുട്ടികൾ ജനിക്കുമ്പോൾ സോഷ്യലബിൾ അല്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സോഷ്യലബിൾ അല്ല. അവൻ പിന്നീട് അവൻ അമ്മയായിട്ടും അച്ഛനായിട്ടൊക്കെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു, അവർ സംസാരിച്ചു തുടങ്ങുന്നു. ഫുള്ളും എങ്ങനെയായിരിക്കും ആക്ഷൻസ് കാര്യങ്ങളിലൂടെ സംസാരിക്കുന്നത്. അതേപോലെ കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിനെയും അതേപോലെ തന്നെ
എന്താ പറയാ ഫ്രണ്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവരില് എന്ത് വരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് ബിഗിനിങ് നമ്മൾ ഇന്ന് കാണുന്ന നിങ്ങളെ പോലെ സൊസൈറ്റിയിൽ നല്ല ധൈര്യത്തോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുകയാണ് ചെയ്യുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു അംഗമായി മാറ്റുക, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് യൂസ്ഫുൾ മെമ്പർ ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലബിൾ ആവുക, സൊസൈറ്റിയിലേക്ക് കുറച്ചും കൂടി മിങ്കിൾ ആവുക അല്ലെങ്കിൽ അറ്റാച്ച് ആവുക എന്നുള്ളതാണ് സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി. നമുക്ക് നോക്കാം. അറ്റ് ബർത്ത് ഒരു കുട്ടി ജനിക്കുമ്പോൾ സോഷ്യലബിൾ ആണോ? ഹായ് ജനിക്കുമ്പോൾ തന്നെ അമ്മനെയും അച്ഛനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, ആരെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയില്ല. അറ്റ് ബർത്ത് എല്ലാ ഇൻഫന്റും എങ്ങനെയാണ്, നോ സോഷ്യലബിൾ ആണ്. അവന് ആ ഒരു ഇത് ഇല്ല. ഒരു 6 ആഴ്ച കഴിയുമ്പോൾ മുതലാണ് അവൻ റെസ്പോണ്ട് ചെയ്തു തുടങ്ങുന്നത്. അപ്പോഴാണ് ആ ട്രൂ സ്മൈല് അവന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. 1.5 മാസം ആവണം ഒരു കുട്ടിയെ നന്നായിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആദ്യത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ചിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടാവും ഇല്ലേ? ആദ്യം ചിരിച്ചു, വാവ ചിരിച്ചു, എപ്പോഴും കരയുന്ന കുട്ടിയായിരിക്കും. അപ്പൊ ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം മോള് ആദ്യത്തെ സ്മൈല് എപ്പോഴും ചിരിക്കുന്നില്ല കേട്ടോ, എന്നെ പോലെ ഭയങ്കര ദേഷ്യം പിടിച്ചു നിൽക്കുള്ളൂ മുഖം. അപ്പൊ അതുകൊണ്ട് ഒരു വെള്ളപ്പിളൊക്കെ ഒന്ന് ചിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും. എല്ലാവരോടും ഞാൻ പറഞ്ഞു, എന്നെ കാണുമ്പോഴാണ് ചിരിക്കുന്നത്, മറ്റാരെ കാണുമ്പോഴും ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കുട്ടി ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ഞാൻ ലാസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ച്. അപ്പൊ എല്ലാവരും വിശ്വസിച്ചു. എന്നിട്ട് എല്ലാവരും എന്താ പറയാ, അച്ഛനും അമ്മയും ഹസ്ബൻഡും ഒക്കെ വന്ന് അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. ആരെ കണ്ടാലും ചിരിക്കൂല, എന്നെ കണ്ടാൽ മാത്രമേ ചിരിക്കൂ. അപ്പൊ ആ ഒരു റെസ്പോൺസ് ആണ് അവൾക്ക് കൂടുതലായിട്ട് അമ്മേനെ ഐഡന്റിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ അമ്മയാണ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ അമ്മയെ കാണുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, സ്മൈലൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. Smile in response to person appears and this is considered as beginning of socialization. ആ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് തന്നെ ആ ഒരു സ്മൈലാണ്. ഫസ്റ്റ് സോഷ്യൽ സ്മൈലിനെയാണ് സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസിനെ, ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സണെ കാണുമ്പോൾ ചിരിക്കാനായിട്ട് തുടങ്ങും. ദെൻ 2 to 3 months ഒക്കെ ആകുമ്പോഴേക്കും അവർ പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യും. പീപ്പിൾസിനെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ഇമിറ്റേറ്റ് ഒബ്ജക്ട്സ്, സൗണ്ട് കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യും. അമ്മേനെ കാണാൻ ആദ്യം വരുമ്പോൾ അവരെന്താവും, അൺഹാപ്പി ആവും. ആ ആൻസൈറ്റിന് നമ്മൾ എന്താ പറയുന്നത്, ഉത്കണ്ഠയാണോ? സെപ്പറേഷൻ ആൻസൈറ്റി. സെപ്പറേഷൻ ആൻസൈറ്റി. അപ്പോ നമ്മള് കുട്ടികളുടെ മൈൻഡിൽ എന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നില്ല, അവരെ കാണുന്നില്ലെങ്കിൽ അവർക്കത് അവിടെ ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അത് അവിടെ പോയി എന്നൊന്നും ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ മാറി എന്തെങ്കിലും വർക്കിലായിരിക്കും എന്ന് ചിന്തിക്കാൻ അവർക്ക് അറിയില്ല. അങ്ങനെ കാണാണ്ടായി കഴിഞ്ഞാൽ അമ്മനെ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവർ അൺഹാപ്പി ആയിരിക്കും. 2-3 monthsലൊക്കെ കുട്ടികള് ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങും, റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും റെക്കഗ്നൈസ് ചെയ്യും. 4 to 5 years ഒക്കെ ആവുമ്പോൾ ഡിഫറെന്റ് സ്മൈലിംഗ് ഫേസ്, പിന്നെ ഫ്രണ്ട്ലി ആംഗ്രി വോയ്സ് ഒക്കെ അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഇഷ്ടമില്ലാത്ത ആണെങ്കിൽ ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ടൈമാണ് 4 to 5 years. 5 months ഒക്കെ, ഇയേഴ്സ് എന്ന് ഞാൻ പറയാം, സോറി, മന്ത്സ് കേട്ടാ. 6 to 7 ആവുമ്പോഴേക്കും അവർ കറക്റ്റ് ആയിട്ട് സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും തിരിച്ചറിയും. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺ കുട്ടീനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കരച്ചിലായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. ചില ഫ്രണ്ട്സ് അവർക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി അവരെ ഹോൾഡ് ചെയ്യുമ്പോഴോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. ദെൻ ഒരു 8 to 9 months ഒക്കെ ആകുമ്പോൾ കുട്ടികൾ സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു 8 to 9 months. ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ മോള് ആദ്യം ഒരു 8-9 മാസമൊക്കെ ആയ സമയത്ത് ചാ പറയാൻ തുടങ്ങി. ഓക്കെ, എല്ലാവരും വിചാരിക്കുന്നത് ചാ പറഞ്ഞല്ലോ, ചാ എന്ന് പറയണേ, എന്താ ചാ എന്ന് പറയണേ? അപ്പൊ അവള് സംസാരിക്കുമ്പോ വേറെ ബബ്ലിംഗ് സൗണ്ട് ഒന്നുമില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ എടുത്തല്ലേ, അതിൽ നമ്മൾ ബബ്ലിംഗ് സൗണ്ട്, ആ ഒരു ആ ഒരു സൗണ്ട് പറയുന്നില്ലേ, ആ സൗണ്ട് അല്ല എന്റെ മോൾ പറയാം. മിക്ക കുട്ടികളും എന്റെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചായയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, ആ സമയത്ത് ശ്രദ്ധിച്ചു ചാ എന്ന് പറയണേ. ചാ 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 മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചായയല്ലേ, എന്താ ചാ പറയുന്നേ? ഓക്കെ, സംസാരിച്ചോട്ടെ, ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും ചാ എന്ന് പറയുന്നു. ഓക്കെ, അവള് ചാ പറയുന്നു. ഒരു വയസ്സൊക്കെ ആയപ്പോഴേക്കും, ഒരു 9 മാസം 8 മാസത്തിൽ ചാ എന്ന് പറയുന്ന അക്ഷരം പറഞ്ഞു തുടങ്ങി. 9 മാസം ആയപ്പോഴേക്കും ചാ മാറിയത് അച്ഛയായി.
അച്ഛ. അച്ഛ പറഞ്ഞു. ഓക്കെ, അടുത്തത് എന്താ നമ്മൾ വിചാരിക്കാം, അമ്മ പറയുന്നു. പറഞ്ഞില്ല കേട്ടോ. അച്ചച്ച, ചാച്ച, അച്ചച്ച, ചാച്ച, അച്ഛ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അച്ഛ, ചാച്ച, ഈ ചാ ഉള്ള എല്ലാ വേർഡും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇപ്പൊ അമ്മ പറയും. ഞാൻ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യിക്കും. മുമ്പ് ഞാൻ ഹൗസ് വൈഫ് ആയിരുന്നല്ലോ, അപ്പൊ ഞാൻ ട്രെയിൻ ചെയ്യിക്കണം. അമ്മ പറ, അമ്മ അമ്മ എന്ന് വെച്ചാല് അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ എന്ന് ആദ്യം പറയണമെന്നൊക്കെ. പക്ഷെ സംസാരിക്കുന്നില്ല, അമ്മ പറയില്ല, മാ പറയുന്നേ ഇല്ല. ഈ എന്റെ മൂത്ത മോളും അമ്മ എന്ന് പറയാൻ 1.5 വയസ്സെടുത്ത്. അവക്ക് അമ്മ മാ പറയാൻ ഭയങ്കരമായിട്ട് വൈകി. അമ്മ എന്ന് പറയുന്ന 1.5 വയസ്സായി. 1.5 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. അമ്മേന്നും പറഞ്ഞുള്ള കരച്ചിൽ മാത്രമാണ്. ഇപ്പൊ എന്ത് ഭാഷ പിടിച്ചാലും അമ്മയുടെ. അപ്പൊ ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. അവർ ആ സ്പീച്ചും കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ ചിലപ്പോ പറയാണ് അച്ഛൻ വരൂട്ടെ, അച്ഛൻ വരുമ്പോ എടുക്കും അച്ഛ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് അവര് കൂടുതലായിട്ട് കേട്ട വേർഡ് ചിലപ്പോ ചാന്നുള്ള വേർഡായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് അവര് നല്ല കാര്യമാണ് അമ്മ എന്നല്ലേ പറയുന്നേ, നന്നായി. അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയാക്കും. വെച്ചാല് ഫുൾ ടൈം ഞാൻ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം മാത്രമാണ് ഹസ്ബൻഡ് രാവിലെ അല്ലെങ്കിൽ മോർണിംഗും ഈവനിങ്ങും മാത്രമായിരുന്നു ഹസ്ബൻഡ് കുട്ടിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ടും കുട്ടി പറഞ്ഞത് അച്ഛനാണ്. അത് ചിലപ്പോ മേ ബി ബോണ്ട് ആയിരിക്കും കേട്ടോ. എന്റെ ഹസ്ബൻഡ് പറയണേ ഞാനും കുട്ടിയും തമ്മിൽ നല്ല ബോണ്ടാണ്. കാരണം അച്ഛനും മോളാണല്ലോ. അത് മൂത്ത കുട്ടി പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോ അച്ഛനും മോളും തമ്മിൽ ഭയങ്കര ബോണ്ടല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ വെറുതെ ഇങ്ങനെ കറക്റ്റാ. എനിക്കൊരു സാധനം പോലും തരൂല, അച്ഛന് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്റെ കയ്യിലുള്ള സാധനം കൂടെ എടുത്തോണ്ട് പോകും, എന്നിട്ട് കൊണ്ട് കൊടുക്കും. എന്റെ മോള് കുഞ്ഞായിരിക്കുമ്പോഴ് 1.5 വയസ്സായപ്പോഴാണ് ഹസ്ബൻഡ് നാട്ടിൽ വന്നത്. ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പഠിപ്പിച്ചത് പപ്പയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പപ്പ പപ്പ എന്ന് പഠിപ്പിച്ചു. പക്ഷെ അമ്മ എന്നും പപ്പ എന്നൊക്കെ വിളിക്കുമായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് പപ്പനെ കാണാനായിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോ ഇവള് ഓടിച്ചു ചെന്നു പപ്പ അടുത്തോട്ട്. പപ്പയുടെ ഫോട്ടോ കണ്ട് പരിചയം ഉണ്ടായിരുന്നു. ഓടിച്ചെന്ന് പപ്പ എടുത്ത് ചെന്ന് ഒരു കുറവൊന്നും കാണിക്കാണ്ട്, ആദ്യമായിട്ട് കാണുന്നതാ, ഒരു പരിചയക്കുറവും കാണിക്കാണ്ട് ഓടിച്ചെന്ന്. കാരണം നമ്മളത് ശീലിപ്പിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോ. ഓക്കെ, ആവാം. പക്ഷെ ഇതേ പ്രശ്നം ചില ഫാമിലിയിൽ പറയാറുണ്ട്. ഈ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പുറത്തായിരിക്കും. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആള് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് കുട്ടി അച്ഛനെ കാണുമ്പോൾ പെട്ടെന്ന് കരയണം. അത് നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയിൽ പെടുന്നതാ. പെട്ടെന്ന് ഒരാളെ കാണാണല്ലോ, അപ്പൊ ഭയങ്കരമായിട്ട് കരച്ചിലും പ്രശ്നമൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അത് റിപ്പീറ്റിൽ കാണുമ്പോൾ, ആളെ കാണുന്നതിനനുസരിച്ച് ആ റിപ്പീറ്റിൽ കാണുമ്പോൾ അത് മാറി വരും. സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ആളുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും, ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും മാറി. കുട്ടി അച്ഛൻ്റെ ഒപ്പം പോയി എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒരു 9-8 മന്ത്സിലൊക്കെ സ്പീച്ച് കാര്യങ്ങൾ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. 12 months ആയി കഴിയുമ്പോൾ ബേബി റിയാക്ട് ടു ദ വാണിംഗ് ലൈക്ക് നോനോ. നോനോ പറയും. കാരണം ഫുഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഡയലോഗാണ് നോനോ, വേണ്ട, നോനോ നോനോ. നമ്മള് എത്ര നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചാലും അവരുടെ വായിന്ന് വരുന്ന നോനോ, വേണ്ട വേണ്ട, നോനോ എന്നുള്ള വേർഡ് മാത്രമാണ്. അവള് നോനോയാ പറഞ്ഞിരുന്നത്, വേണ്ടാന്ന് പറയില്ലായിരുന്നു. പക്ഷെ മോൻ മലയാളം പറയുന്നത് വേണ്ടാന്നാ പറയുന്നത്. മതി, വേണ്ട എന്നൊക്കെ പറയുന്നത്. മോള് അങ്ങനെയില്ലായിരുന്നു, നോനോ വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ സോഷ്യലബിൾ ആണോ? അല്ല. കുട്ടി വളരുന്നതിനനുസരിച്ച് ഒരു 6 weeks and 1.5 months ഒക്കെ ആകുമ്പോഴാണ് കുട്ടികൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. സ്മൈൽ ഇസ് ദ റെസ്പോൺസ് ടു എ പേഴ്സൺ. അവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നു? സ്മൈൽ ചെയ്യാൻ തുടങ്ങുന്നു. ഈ ട്രൂ സ്മൈൽ ആണ് കുട്ടികളുടെ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ബിഗിനിങ് ഏതാണ്? ട്രൂ സ്മൈൽ ആണ്. ഒരു 2 to 3 months ആകുമ്പോഴും അവർ ഐഡന്റിഫൈ ചെയ്യും. അവരുടെ അടുത്തുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അമ്മേനെ കാണുമ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ചിരിക്കും. അമ്മേനെ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കില്ല, അമ്മേനെ കാണുമ്പോൾ പെട്ടെന്ന് ചിരിക്കും. ഇമിറ്റേറ്റ് ഒബ്ജക്ട്സ്. അതേപോലെ നമ്മൾ കുട്ടികളിൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും, അവരുടെ എന്താ പറയാ തൊട്ടിലിന് മുകളിലായിട്ട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇടില്ലേ, അതൊക്കെ കാണുമ്പോൾ അവർ നോക്കും. കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യും. ഒരു 2 to 3 months ഒക്കെ ആകുമ്പോഴാണ് കളേഴ്സും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങും. അമ്മേനെ കാണാതെ വരുമ്പോൾ അവർക്ക് അൺഹാപ്പി ഫീൽ ചെയ്യും.
കൈൻഡ് ഓഫ് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യും. ദെൻ ഒരു 4 to 5 months ആവുമ്പോൾ ഡിഫറെന്റ് സ്ക്ലോഡിങ് ആൻഡ് സ്മൈലിംഗ് ഫേസ് ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം, ചിലപ്പോ എന്താ പറയാ ദേഷ്യപ്പെട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇനി ദേഷ്യമാണെങ്കിൽ ആംഗ്രി വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോയിസ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ അല്ല, അതുകൊണ്ട് ആംഗ്രി വോയിസ് ഒക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു 7 to 6 months സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും തിരിച്ചറിയാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്ന വ്യക്തി ഒരു കുട്ടീനെ സംബന്ധിച്ച് സ്ട്രേഞ്ചർ ആണ്. സ്ട്രേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഫ്രണ്ട്സിന്റെ അടുത്ത് കുട്ടികൾ പോകും, ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയുടെ അടുത്ത് പോവില്ല. നമ്മള് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ആദ്യമായിട്ടാണ് കുട്ടിയെ കാണണമെങ്കിൽ അവരുടെ അടുത്ത് പോകാണ്ട് വരുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും അവർക്ക് വരുന്നത്. അപ്പൊ അതവരോട് പറയാം, ഇത് വീട്ടിൽ കാണാണ്, സ്ഥിരമായിട്ട് കാണാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആ ഒരു ആൻസൈറ്റി ഉണ്ടാവില്ല എന്ന് പറയാം. 8 to 9 months സൗണ്ട്സും കാര്യങ്ങളും അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. 12 months ആവുമ്പോൾ നോ വാണിംഗ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസി. ഫസ്റ്റ് പോയിന്റ്, അറ്റ് ബർത്ത് ഇൻഫന്റ് ആർ നോ സോഷ്യലബിൾ. ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി സോഷ്യലബിൾ അല്ല. അറൌണ്ട് ദ ഏജ് ഓഫ് 6 weeks, a true smile. The smile is response to a person appear, and this is considered as the beginning of socialization. അപ്പോൾ ട്രൂ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. 2 to 3 months, infant can identify people from inanimate objects, recognize its mother, are unhappy on separation. അത് അമ്മേനെ തിരിച്ചറിയാൻ തുടങ്ങും. അമ്മേനെ കാണാതെ വരുമ്പോ അൺഹാപ്പി ആവും. 4 to 5 months, they react differently by scolding and smiling face and to friendly and angry voice. അവര് ഫ്രണ്ട്ലി വോയിസ് ആയിരിക്കും, ചിലപ്പോൾ ആംഗ്രി വോയിസ്, ദേഷ്യമൊക്കെ വരുമ്പോൾ ആംഗ്രി വോയിസിലായിരിക്കും പ്രതികരിക്കുന്നത്. 6 to 7 months ബേബീസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് ദ സ്ട്രേഞ്ചേഴ്സ്. അവർക്ക് ഡിഫറൻസ് അതവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സ് ആരാണ് സ്ട്രേഞ്ചേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. By smiling at the former and showing fear in the presence of later. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് സ്മൈൽ ചെയ്യുന്നു. പരിചയമില്ലാത്ത വ്യക്തിയെ കാണുകയാണെങ്കിൽ അവര് സൈലന്റ് ആവും, പെട്ടെന്ന് സൈലന്റ് ആവും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജസ്റ്റേഴ്സും കാര്യങ്ങളും പ്രകടിപ്പിക്കും. 8 to 9 months, baby try to imitate the speech. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും. ജസ്റ്റേഴ്സ്, സിമ്പിൾ ആക്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് അതേപോലെ നമ്മളിപ്പോ ഒളിച്ച് ഹൈഡ് ആൻഡ് സീക്ക് കാണിക്കില്ല, അതേപോലെ തന്നെ കുട്ടിയും കാണിക്കാനൊക്കെ തുടങ്ങും. നമ്മളോട് ഹൈഡ് ആൻഡ് സീക്ക് തിരിച്ച് കാണിക്കാനായിട്ട് തുടങ്ങും. And 12 months, the baby react to the warning like no. 12 months ഒക്കെ ആവുമ്പോഴേക്കും കുട്ടി ആ നോ വാണിംഗ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും. ഇതൊരു കുട്ടിയുടെ സോഷ്യലൈസേഷന്റെ ഒരു 1 year വരെയുള്ള ആ ഒരു സോഷ്യലൈസേഷന്റെ ഒരു പ്രോസസ്സാണ്, നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ടൈമിലാണ് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇൻഫൻസിൽ കുട്ടി സോഷ്യലബിൾ ആണോ എന്ന് നോക്കുക. സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ഏതാണ്, ആ ഫസ്റ്റ് സ്മൈൽ ആണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോ വാണിംഗ് പറയുന്നത് 12 monthsലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. മാം, എന്റെ മോന് ക്ലാസ് തുടങ്ങി പറയാൻ ഒരു പാട്ട് പാടണം, പാടട്ടാ? ഓക്കെ. Love my country, India. Proud of my country, India. Love my brothers and my sisters. Beautiful country, India. Love my country, India. Proud of my country, India. Love my brothers and my sisters. Beautiful country, India. Rivers and mountains, India. Field and forest, India. No other country in the world other than my country, India. Rivers and mountains, India. Field and forest, India. No other country in the world better than my country, India. Love my country, India. Proud of my country, India. Love my brothers and my sisters. Beautiful country, India. Beautiful country, India. Beautiful country, India. Thank you. നന്നായിരുന്നു കേട്ടോ. പേരുന്നതോ?
പേരെന്തേക്കുന്നു മുഹമ്മദ് ഹസൻ. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ മോനു. ഓന്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പാട്ട് ഇത് സൂപ്പറാ. താങ്ക് യു ഇൻഡിപെൻഡൻസ് ഡേക്ക് ടീച്ചർ കൊടുത്ത പാട്ട് ഓക്കെ, നന്നായിട്ടുണ്ട്. എന്താ ക്ലാസ്സിൽ പോവാന്? വെറുതെ പോവാത്തതാ, മടി പിടിച്ചിട്ട് ഉറക്ക വരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.